നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. അകാലത്തിൽ ഒരു സംവിധായകൻ കൂടി യാത്ര പറഞ്ഞു ഇന്ന്, സതീഷ് അനന്തപുരി. എത്ര പേർക്ക് സതീഷിനെ അറിയാമെന്ന് എനിക്കറിയില്ല. കുറേ സീരിയലുകളും ടെലിഫിലിമുകളും ഒക്കെ ചെയ്ത ആളാണ്, ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്ത ആളാണ് സതീഷ് അനന്തപുരി. എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. നടിയെ ആക്രമിച്ച കേസിനെ ആസ്പദമാക്കി മനോഹരമായൊരു സബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചു, ദിനേശേ, ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഒരു ലോഡ്ജിൽ താമസിക്കുകയാണ്. ഞാൻ നടിയെ ആക്രമിച്ച ആ സബ്ജക്റ്റ് വെച്ച് ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി, നിങ്ങളത് സംവിധാനം ചെയ്താൽ നന്നാവും. നമുക്ക് ഈ സ്ക്രിപ്റ്റ് ഒന്ന് ദിലീപിനെ വായിച്ച് കേൾപ്പിക്കണം. ഞാൻ ഒന്നിനും നോ പറഞ്ഞില്ല. ആയിക്കോട്ടെ സതീഷേ, നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തിരുമല, ഇപ്പോൾ രാമചന്ദ്ര വന്നിരിക്കുന്ന തിരുമലയിൽ നിന്ന് റോഡിൻ്റെ ഒരു വശത്തുകൂടി സതീഷ് അനന്തപുരി പോകണം, എൻ്റെ മുമ്പ് കൂടി. എന്നെ കണ്ടിട്ട് സതീഷിന് മനസ്സിലായില്ല, ഞാനോട്ട് വിളിച്ചതുമില്ല. കാരണം വിളിക്കാൻ പറ്റിയ കോലത്തിലായിരുന്നില്ല സതീഷ്. ഒരുപാട് വ്യവഹാരങ്ങളിൽ പെട്ടുപോയ ഒരു കലാകാരനാണ്. സിനിമ എടുക്കാം, സീരിയൽ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് പലരിൽ നിന്നും കാശ് വാങ്ങി ഒരുപാട് കേസുകൾ, സിവിലായും ക്രിമിനലായും കേസുകളുടെ കൂമ്പാരത്തിന് നടുവിലാണ് ജീവിച്ചത്. ഏത് സമയവും അറസ്റ്റ് നടക്കാം. ഞാനൊരിക്കൽ പറഞ്ഞു, സതീഷേ, ജീവിത രീതിയൊക്കെ ഇനി മാറ്റാൻ പറ്റില്ല ദിനേശേ, ഞാൻ അങ്ങനെയൊക്കെ പെട്ടുപോയി. ഒരു പാവം മനുഷ്യനായിരുന്നു. മദ്യത്തിന് നല്ല അടിമയായി. ഇന്ന് എനിക്ക് ആരോ ഇട്ട ഒരു വാർത്ത, സതീഷ് മരിച്ച വാർത്ത ഇട്ടപ്പോൾ അതിൽ 2 പെൺകുട്ടികൾ, ഭാര്യയും. ഇത്രയുമായിട്ടും ആ ഭാര്യയോ കുട്ടികളോ അയാളെ വെറുത്തില്ല എന്നുള്ളതാണ്. തിരുമലയിൽ നിന്ന് മങ്ങാട്ടോടിലേക്ക് പോകുന്ന റോഡിൽ എന്തോ അയാളുടെ ജ്യേഷ്ഠൻ താമസമുണ്ടെന്നാണ് എൻ്റെ പറഞ്ഞത്. അവിടെ വീടിൻ്റെ മേളിലാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം താമസിക്കുന്നതെന്ന് എൻ്റെ പറഞ്ഞു. കാരണം പോലീസിനെ ഭയന്ന്, അറസ്റ്റിനെയൊക്കെ ഭയന്ന് ജീവിച്ചതാണ്. 62-ാമത്തെ വയസ്സിൽ അകാലത്തിൽ സതീഷ് പോയി. അവസാനമായി സതീഷിനെ പോയി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ എൻ്റെ അനാരോഗ്യത്തിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. നല്ല സുഹൃത്തായിരുന്നു. എപ്പോഴും എന്നെ അല്പ ബഹുമാനത്തോടെ കണ്ടിരുന്ന ആളായിരുന്നു. പ്രിയപ്പെട്ട സതീഷ് അനന്തപുരിക്ക്, അകാലത്തിൽ പൊലിഞ്ഞ സുഹൃത്തിന് ആത്മാഞ്ജലി നേരാം. നമസ്കാരം. പുതിയ ഒരു വാരഫലത്തിലേക്കാണ്. ഇന്ന് പറയുന്ന വാരഫലത്തിലെ കഥകളെല്ലാം കുഞ്ഞു കഥകളെ പറയുന്നുള്ളൂ. കാരണം കഴിഞ്ഞ 2-3 എപ്പിസോഡിൽ വലിയ കഥകളാണ് പറഞ്ഞത്. അതുകൊണ്ട് 4-5 കഥകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. തെക്കുറിശ്ശി സുകുമാരൻ നായർക്ക് പത്മശ്രീ കിട്ടിയ കാലത്ത് കേരളം മുഴുവൻ ആഘോഷമായിരുന്നു. ആദ്യമായിട്ട് സിനിമയിലൊരു ആളിന് പത്മശ്രീ മലയാള സിനിമയിൽ കിട്ടുന്നത് തെക്കുറിശ്ശി സുകുമാരൻ നായർക്കാണ്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇന്ന് പത്മ അവാർഡ് വാങ്ങുന്നവർക്ക് സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടാവും. എങ്കിലും പൊതുജനത്തിന് ഓരോ വർഷവും പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ പെട്ടെന്ന് പ്രാഞ്ചിയേട്ടനെ ഓർമ്മ വരും. അതാണ് ഇപ്പോഴത്തെ ഈ പത്മ പുരസ്കാരങ്ങളുടെ വില പോയ പോക്ക്. സിനിമാക്കാരെ മാത്രം എടുക്കാം. ദേവരാജനും ദക്ഷിണാമൂർത്തിക്കും വയലാറിനും പി ഭാസ്കരനും കിട്ടാത്ത പത്മ പുരസ്കാരം മലയാള സിനിമാ സംഗീത രംഗത്തെ ആർക്ക് കിട്ടിയാലും അതിനൊരു പ്രഭയും ഉണ്ടാകില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ഇവർക്കാർക്കും കിട്ടാത്ത പുരസ്കാരം. KS സേതുമാധവനും രാമു കാര്യാട്ടിനും അരവിന്ദനും അടൂരിനും കിട്ടാത്ത പത്മയ്ക്കും ഒരു വിലയും ഉണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സത്യമാഷിനും കൊട്ടാരക്കര ശ്രീധരൻ നായർക്കും അടക്കം കിട്ടാത്ത മധുവിനൊരു പത്മശ്രീ വച്ച് നീട്ടിയാൽ ആരെങ്കിലും അതിനെ വകവയ്ക്കൂ? സാറിനൊരു പത്മശ്രീ വെച്ച് നീട്ടി. നടൻ
സംവിധായകൻ, നിർമ്മാതാവ്, സ്റ്റുഡിയോ ഉടമ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മധുവിന് നൽകാതെ മോഹൻലാലിന് നൽകിയാൽ സിനിമാ ചരിത്രം അറിയാത്ത പിണറായി വിജയൻ ഒരു ഉത്സവം സംഘടിപ്പിക്കും. അതിനപ്പുറം വില വയ്ക്കില്ല ആരും എന്നാണ് എൻ്റെ വിശ്വാസം. ये सम्मान श्री मोहनलाल जी को उनके शानदार योगदान, अद्भुत अभिनय और कला के लिए दिया जा रहा है, जिन्होंने सिनेमा को नया रूप दिया, कई कलाकारों को प्रेरित किया और खुद को एक महान कलाकार के रूप में साबित किया. Shri Mohanlal being recognized for his monumental contributions, unparalleled versatility, artistry that have profoundly shaped narrative cinema, inspired generations of artists, cemented his legacy as a cultural. ഇപ്പോൾ മോഹൻലാൽ അതിന് അർഹനല്ല എന്നല്ല ഞാൻ പറയുന്നത്. സിനിമയ്ക്ക് സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ മധുസാറിനോളം മലയാളത്തിൽ ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മധുസാറിനോളം യോഗ്യതകൾ ആരുണ്ട്? പക്ഷേ കൊടുക്കില്ല. മന്നാടേക്കും ഭൂപേന്ദു ഹസാരികയ്ക്കും നൽകിയ ഫാൽക്കെ അർഹതയുള്ള എത്ര ദക്ഷിണേന്ത്യൻ സിനിമാക്കാരുടെ പേരുകൾ വേണമെങ്കിൽ ഞാൻ പറയാം. ഇവരെക്കാൾ മിടുക്കരായ, എന്നാലും നമുക്ക് സന്തോഷിക്കാം. 75ാമത്തെ വയസ്സിലേക്ക് അടുക്കുന്ന മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകിയപ്പോൾ ഒരുപാട് കാലമായി അടുത്ത തവണ കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. കൊടുക്കില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. മമ്മൂട്ടി എന്നുള്ള ഒരു പേരുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ശ്രീകുമാരൻ തമ്പിയും എസ് ജാനകിയും അടക്കം ഇതുവരെ നൽകാത്ത പത്മശ്രീ മദ്രാസിൽ നിന്നും ജയറാം നേടിയിട്ട് എന്ത് കാര്യം എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കും. അതങ്ങ് പ്രഖ്യാപിക്കും, വാങ്ങിക്കും, അത്രേ ഉള്ളൂ. ബാലചന്ദ്ര മേനോൻ ഒരു പത്മ പുരസ്കാരത്തിന് യോഗ്യനല്ലേ? ഒരു ഫാൽക്കെ പുരസ്കാരത്തിനും അദ്ദേഹം യോഗ്യനാണ് എന്ന് ഞാൻ പറയും. സിനിമയിൽ എവിടെയെല്ലാം അദ്ദേഹം കടന്നുപോയില്ലേ, ഏതെല്ലാം വഴിയിലൂടെ. വന്നു വാങ്ങുമെങ്കിൽ അവാർഡ് തരാമെന്ന് ചില കടലാസ് സംഘടനകൾ പറയുന്നത് പോലെ മാത്രമേ രാജ്യം ആദരിക്കുന്ന ഈ പുരസ്കാരത്തിന് ഇപ്പോൾ വിലയുള്ളൂ. അതിൻ്റെ ഉള്ളറകളിലേക്ക് ഞാൻ പോകുന്നില്ല. മലയാളത്തിൻ്റെ വലിയ നടൻ മമ്മൂട്ടി രാഷ്ട്രപതിയിൽ നിന്നും പത്മഭൂഷൺ സ്വീകരിക്കുന്നതും ദുൽഖർ അത് കണ്ട് സന്തോഷത്തോടെ വാപ്പ വാങ്ങിക്കുന്ന അവാർഡ് കണ്ട് കൈയടിക്കുന്നതും കുടുംബസമേതം പ്രധാനമന്ത്രിയുടെ വീട്ടിൽ സന്ദർശിക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായും സന്തോഷം തോന്നി. മോഹൻലാലിന് ലഭിക്കുകയും മമ്മൂട്ടിക്ക് കിട്ടാതെ പോകുന്നതും ഒരു അഭംഗിയാണ് എന്തു പറഞ്ഞാലും. ഇപ്പോൾ മമ്മൂട്ടിക്ക് കൂടെ കൊടുത്തപ്പോൾ അതങ്ങ് ബാലൻസായി. എന്താ പറയുക, ഈ സെപ്റ്റംബറിൽ 75 വയസ്സാണല്ലോ. ആ 75 വയസ്സുകാരൻ ചുറുചുറുക്കോടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രപതിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ആ അവാർഡ് വാങ്ങുന്ന കണ്ടപ്പോൾ ഭാഗ്യവാനും കൂടിയാണ് അദ്ദേഹം എന്ന് ഞാൻ പറയും. നമ്മുടെ മറ്റേതൊരു നടനെടുത്ത് നോക്കിയാലും മമ്മൂക്ക ഭാഗ്യവാനാണ്. മലയാളിക്ക് അഭിമാനിക്കാം. നല്ല കയ്യടിയായിരുന്നു മമ്മൂക്ക അവാർഡ് വാങ്ങുമ്പോൾ, അല്ല പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ. श्री ममूटी कला फिल्म अभिनय. വഴി കിടക്കുന്ന ചെണ്ടയിൽ ആർക്കും കോലിട്ടടിക്കാം എന്ന കണക്കായി ഇപ്പോൾ അമ്മ എന്ന സംഘടന. ആർക്കും എന്തും വിളിക്കാം അമ്മയിലുള്ള ആൾക്കാരെ. ഒരു PRO വർക്ക് പോലെ പത്രസമ്മേളനം നടത്തി തോക്കുസ്വാമി എന്നറിയപ്പെടുന്ന ഒരു സന്യാസിയുടെ പേരാണ് തോക്ക്. ആലോചിച്ച് നോക്കിയ തോക്കുസ്വാമി എന്നറിയപ്പെടുന്ന ഒരു മഹാൻ ശ്വേതാ മേനോന് വേണ്ടി എന്തൊക്കെയോ വിളിച്ചു കൂവുന്നത് കണ്ടപ്പോൾ ശ്വേത എന്ന നടിയെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന ധാരണകളാണ് വീണുടഞ്ഞത്. സകലതും ത്യജിച്ചവരാണല്ലോ സന്യാസിമാർ. കഴുത്തിൽ 4 കല്ലമാലയും ഇട്ട് വില കൂടിയ ഒരു ഫോണും പിടിച്ച് വീട്ടിൽ ലൈസൻസുള്ള തോക്കുണ്ടെന്നും പറഞ്ഞ്
ഉണ്ടയില്ല വെടി പൊട്ടിക്കുന്നവനൊക്കെ ഇപ്പോൾ ഷാമിയാണത്ര. ഷാമി പക്ക ഗുണ്ട രീതിയിലുള്ള പെരുമാറ്റമാണ് ശ്വേതാ മേനോൻ നേരിട്ടതെന്ന് ശ്വേത എന്നോട് പറഞ്ഞു എന്നാണ് ഈ ഷാമി പറയുന്നത്. ശ്വേത നേരിട്ട് പറഞ്ഞത്. അപ്പോൾ സ്വാമിക്കും ശ്വേതയ്ക്കും അടുപ്പമുണ്ട്. മുൻപൊക്കെ ആണെങ്കിൽ ഇതും ഇതിനപ്പുറവും പറയാം, ഫലിക്കും. ഇപ്പോൾ ഈ ഫോണിൽ ക്യാമറകളൊക്കെ വന്നതോടെ ഈ ഉടായിപ്പൊന്നും ഏൽക്കാതെ ആയി സ്വാമി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉച്ചവരെ എഴിഞ്ഞെഴിഞ്ഞു പോയ അമ്മ ജനറൽ ബോഡി അൻസിബ എന്ന ഒരു പെങ്കൊച്ച് താൻ നേരിട്ട പ്രശ്നങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് അതിനുള്ള ഉത്തരം മുട്ടിയപ്പോൾ ഇറങ്ങി ഓടിയതാണ് ഷാമി ശ്വേത. ഡബിൾ ഡാഡി സിൻഡ്രോം എന്നും മോഹൻലാലുമായി അവിഹിത ബന്ധമെന്നും അമ്മയുടെ രണ്ടാനച്ഛൻ്റെ കൂടെയല്ലേ നിൻ്റെ കിടപ്പെന്നും ഒക്കെ ചോദിച്ചവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോയതാണ് ശോഭയ്ക്ക് പറ്റിയ പരാജയം ഷാമി. അല്ലാതെ ഗുണ്ട സെറ്റപ്പിൽ അവിടെ വിരട്ടിയൊന്നും അല്ല ഷാമി ശ്വേത ഇറങ്ങിപ്പോയത്. അങ്ങനെ അതിനെ ഗുണ്ട രീതി എന്ന് പറഞ്ഞാൽ തൊടാതെ വിഴുങ്ങാൻ ആളെ കിട്ടില്ല ഷാമി. പിന്നെ അമ്മയിലെ ജനറൽ ബോഡി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തോക്ക് ഷാമി ആരാ? അമ്മ സംഘടനയുടെ രക്ഷാധികാരിയോ? ഫിലിം ചേംബർ പ്രസിഡൻ്റാണോ? ആദ്യം അത് പറ ഷാമി. നിങ്ങളെ കണ്ട് ശ്വേത പരാതി പറയാൻ താങ്കൾ ആരാ? 6,47,00,000 കണക്ക് പറഞ്ഞില്ല ഷാമി എന്നൊക്കെ ഇദ്ദേഹം പറയുന്നു. ആര്? കണക്ക് തെറ്റി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ പോലെ തന്നെ കണക്ക് തെറ്റിപ്പോയി തോക്ക് സ്വാമിക്ക്. 64 ലക്ഷത്തിൻ്റെ എന്തോ കണക്കാണ് കൊടുക്കാത്തത് സ്വാമി. 6 കോടിയൊന്നും ഇല്ല. 6,47,00,000 കണക്ക് പറഞ്ഞില്ല ഇടവേള ബാബുവും സിദ്ദിഖുമൊക്കെ. അതുകൊണ്ട് അപമാനിച്ചു എന്നൊക്കെയാണ് സ്വാമി പറയുന്നത്. വെറും 67 ലക്ഷത്തിൻ്റെ കണക്കേ ഉള്ളൂ. തട്ടിക്കൂട്ടി ആർക്കോ അയച്ചത് ബാബുരാജിൻ്റെ ഫോണിൽ തെറ്റിച്ചെന്നെന്നും ബാബുരാജാണ് ഈ 67 ലക്ഷത്തിൻ്റെ കണക്ക് പറഞ്ഞത് ഷാമി. മോഹൻലാൽ പറഞ്ഞതിനും ചെയ്തതിനും ജനറൽ ബോഡി അംഗീകാരമേ നൽകിയുള്ളൂ ഷാമി. മോഹൻലാലിന് അവിടെ ആരും വകവച്ചില്ലെന്നാണ് ഈ ഷാമി പറയണേ. അൻസിബയെ പുറത്താക്കാൻ എല്ലാ റെഡിയാക്കി വന്നത് പൊളിച്ചതുപോലും മോഹൻലാൽ സാറാണ് ഷാമി. അദ്ദേഹം അൻസിബയെ സ്റ്റേജിൽ വിളിച്ച് കയറ്റി നിലവിളക്കിലെ ഒരു തിരി കത്തിച്ചപ്പോഴാണ് ഷാമി ജനറൽ ബോഡിയിൽ വന്നവർക്ക് വെളിവുണ്ടായത് ഷാമി. അല്ലാതെ അവിടെ ഒരു ഗുണ്ടയും ശ്വേതയെ വരട്ടാനൊന്നും ഇല്ലായിരുന്നു. സ്ത്രീകൾ തന്നെ മോശക്കാരിയാക്കുകയും അവരോടൊപ്പം നിൽക്കുന്ന ഷാമി പറയും പോലെ വെടക്ക് കാമവെറിയന്മാർ മുട്ടൻ തെറി പരസ്യമായി വിളിച്ചപ്പോൾ അതിനെ നിശബ്ദ പിന്തുണ കൊടുത്തതാണ് ഷാമി ശ്വേതയുടെ രാജിയിൽ ചെന്ന് കലാശിച്ചത്. ഒരു സിനിമാ സംഘടനയിൽ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കും ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല ഷാമി ചോദിക്കുകയാണ് വി ഡി സതീശൻ അമ്മേരെ ഇഷ്യൂവിൽ ഇടപെടാത്തത്. വി ഡി സതീശൻ അതാണ് ജോലി. ബ്ലൂവറി മറ്റേ ലഹരി കുറഞ്ഞ മദ്യം കൊടുത്ത് വിറ്റ് ബെക്കാടിയാന്ന് പറഞ്ഞ കമ്പനിക്ക് എടുക്കാനായിട്ട് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റാൻ വഴി നോക്കി നടക്കുമ്പോൾ, അല്ലെങ്കിൽ ചമ്പക്കുളം വള്ളംകളി നടക്കുമ്പോൾ വള്ളംകളിക്ക് അവധി കൊടുക്കണമെന്ന് അവിടുത്തെ ഒരു MLA, കോൺഗ്രസ് MLA നിയമസഭയിൽ പ്രസംഗിച്ചപ്പം അത് ഞാൻ റെഡിയാക്കാം, അവധി കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നിട്ട് പുല്ല് എന്നെ കൊടുക്കും, ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞത് മൈക്ക് ചതിച്ചതാണ്. ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ പ്രസിഡൻ്റാകാൻ പറ്റില്ലല്ലോ സതീശന് എന്നെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ തോക്ക് ഷാമി മനസ്സിലാക്കണമായിരുന്നു. തോക്കിന് അംഗത്വം കിട്ടാത്ത സംഘടനയിൽ ഇങ്ങനെ വാചകം അടിക്കാം എന്നതിനപ്പുറം, നട്ടാൽ കുരുക്കാത്ത പൊട്ടത്തരങ്ങൾ വിളിച്ചു പോകാം എന്നതിനപ്പുറം ഷാമിക്ക് വല്ല പുല്ലും ചെയ്യാൻ പറ്റുമോ ഷാമി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശ്വേത വന്ന് ഷാമിയോട് പരാതി പറയാൻ ജഗദീഷ് ശിവകുമാർ ചോദിച്ചതുപോലെ താൻ ആരുവാ എന്നാണ് ചോദിക്കേണ്ടത്. സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ന് ഷാമി കണ്ടെത്തി കഴിഞ്ഞു, ഇനി രക്ഷയില്ല. കാലൻ ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഷാമി, ആയുധം കൊണ്ട് കിടക്കുന്ന ഷാമിയെ അങ്ങേരെന്താ നോട്ടമിടാത്തത്? കാലന്
തോക്ക് പേടിയാണോ ഷാമി? ഷാമി ഇത്രയും പറഞ്ഞതുകൊണ്ട് ചോദിക്കുക, അൻസിബ എന്നതും ആണല്ല ഷാമി. ആണുങ്ങളെക്കാൾ ചങ്കൂറ്റമുള്ള സത്യസന്ധതയുള്ള ഒരു പെണ്ണാണ് ഷാമി. അവരുടെ പേരെന്താ ഷാമി ഓർക്കാത്തത്? അൻസിബ എന്ന് പറഞ്ഞാൽ ആണെന്ന് വിചാരിച്ചോ? പിന്നെ സിദ്ദിഖ് താങ്കളുടെ സഹോദരിയെ എന്തോ അയച്ചു എന്നോ കാണിച്ചു എന്നോ പറഞ്ഞു എന്നോ നേരി കാണുമ്പോൾ ആ മൊട്ടത്തലേനെ എന്തോ ചെയ്യുമെന്നോ ഒക്കെ തോക്ക് ഷാമി പറയുന്നത് കേട്ടു. ഒരു തനി നാടൻ ചട്ടമ്പി അല്ലെങ്കിൽ ഒരു ഗുണ്ട നേതാവ് സംസാരിക്കുമ്പോഴാണ് ഈ സ്വാമി സംസാരിക്കുന്നത്. അത് കവർ ചെയ്യാൻ ഇവിടെ പത്രങ്ങളെ കിട്ടും, അല്ലെങ്കിൽ ചാനലുകളെ കിട്ടും. അതുകൊണ്ടാണ് ഈ സ്വാമി വച്ചലക്കുന്നത്. അതൊക്കെ നിങ്ങൾ നേരി കാണുമ്പോൾ ചെയ്യ് സ്വാമി. സിദ്ദിഖ് ഇടി തരുമെങ്കിൽ സിദ്ദിഖിൻ്റെ ഇത് വാങ്ങിച്ചോ, അല്ല സിദ്ദിഖാണ് ഇടി വാങ്ങുന്നെങ്കിൽ അയാൾ വാങ്ങട്ടെ. സിദ്ദിഖിനെ നേരിടാനുള്ള കൈക്കരുത്ത് സ്വാമിക്കുണ്ടെങ്കിൽ സ്വാമി കൂടെ എവിടെയെങ്കിലും വെച്ച് എൻ്റെ സഹോദരിയുടെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ എൻ്റെ സഹോദരിയുടെ ഫോണിൽ നീ എന്തോന്നോടാ അയച്ചതെന്ന് ചോദിക്കും. അത് നിങ്ങളും സിദ്ദിഖുമായിട്ട് തീർക്കേണ്ടതാണ്. അതിനെ അമ്മയുമായി കൂട്ടിക്കുഴയ്ക്കണ്ട. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കട്ടെ തിന്നിട്ടുണ്ടെങ്കിൽ എന്നേ ഞാൻ പറയും, അത് ഷാമി ആയാലും. എന്ന് കരുതി നിങ്ങൾക്കൊരു റോളുമില്ലാത്ത ഒരു സംഘടനയെ ശ്വേത പറഞ്ഞു എന്ന പേരിൽ വിരട്ടേണ്ട ഷാമി. വിവരം അറിയും. സതീശൻ അതല്ല ജോലി കേട്ടോ. സ്വാമി ആ നേരത്തെ രാമനാമം ജപിച്ച് എവിടെയെങ്കിലും ഇരിക്കാൻ നോക്ക്. സ്വാമി എന്ന് പറയുക, കുർത്തയും ജീൻസും ഒക്കെ ഇട്ടിങ്ങനെ നടക്കുക. എന്ത് ഷാമി? ആ ഷാമി. അടുത്ത കഥ. ആനയെ പൂനയാക്കുന്ന, പൂച്ചയെ പുലിയാക്കുന്നവരാണല്ലോ ഇവിടുത്തെ പത്രക്കാരെന്നല്ല പറയണം, മാപ്രകൾ. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പറ്റി എന്തും ഏതും എഴുതും. അവർ കാണിക്കുന്ന കൊള്ളരുതായ്മകളെ ആ പേരും പറഞ്ഞ്, അവർ കാണിക്കുന്ന എല്ലാം കൊള്ളരുതായ്മകളാണെന്നും പറഞ്ഞ് എന്തും എഴുതി കയറ്റും. നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിനെ മഹത്വവത്കരിച്ച് എഴുതാനും പറയാനും ഇവിടുത്തെ മാപ്രകൾക്ക് ഒരു മടിയുമില്ല. തങ്ങൾക്ക് പ്രിയമില്ലാത്തവരെ എന്തും പറയും, എന്തും എഴുതും, സ്കെച്ചും വരയ്ക്കും. ഇപ്പം തന്നെ ദിലീപിൻ്റെ നീക്കം മദ്രാസ് ഹൈക്കോടതി തടഞ്ഞു എന്ന വെണ്ടയ്ക്ക മുഴുപ്പുള്ള ഹെഡിങ് കൊടുത്ത് ദിലീപ് മഴയത്ത് കുടയും പിടിച്ച് നിൽക്കുന്ന ഒരു പടവും കൊടുത്ത് ഒരു വാർത്ത കൊടുക്കുന്നു മാപ്രകൾ. നിങ്ങൾ ആ ഹെഡിങ് ആലോചിച്ച് നോക്ക്. ദിലീപിൻ്റെ നീക്കം മദ്രാസ് ഹൈക്കോടതി തടഞ്ഞു എന്നാണ്. അപ്പോൾ എന്തോ ഒരു നീക്കം ദിലീപ് നടത്തിയെന്ന് നമുക്ക് തോന്നും. അങ്ങനെയാണ് ഒരു വാർത്ത കൊടുക്കുന്നത്. അവൾക്കൊപ്പം, മറ്റവൾക്കൊപ്പം, മറിച്ചവൾക്കൊപ്പം എന്നൊക്കെ ടാഗ് ലൈൻ കൊടുത്ത് പുസ്തകം എഴുതൽ, നാട്ടുകാരിൽ നിന്നൊക്കെ പണം പിരിച്ച് പുട്ടടിക്കൽ മുതലായ കലാപരിപാടികളുമായി കോടതി വെറുതെ വിട്ട ദിലീപിനെ തൂക്കിക്കൊല്ലും വരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന നാടാണല്ലോ കേരളം. ഒരുത്തൻ വാതുറന്നാൽ സത്യസന്ധമായ ഒരു വാക്ക് പറയാത്തവൻ പുസ്തകം എഴുതിയിരിക്കുന്നു അവൾക്കൊപ്പം. സ്വന്തം അമ്മയുടെ 100 വയസ്സ് ആഘോഷിക്കാൻ നാട്ടുകാരിൽ നിന്ന് പൈസ പിരിച്ച ഒരു വിപ്ലവകാരിയും ഒരു ശബ്ദ കച്ചവടക്കാരിയും കൂടെ അതിജീവിതയ്ക്ക് കേസ് നടത്താൻ പൈസ പിരിക്കുന്നത്. ആലോചിക്കുക, കോടിക്കണക്കിന് രൂപയുള്ള ഒരാളാണ് ഈ അതിജീവിതയെ കല്യാണം കഴിച്ചത്. അവൾക്കും ഉണ്ട് മോശമല്ലാത്തതും ഉണ്ട്, ബാങ്ക് ബാലൻസ് കാണും. അവൾക്ക് കേസ് നടത്താൻ പറഞ്ഞ് പൈസ പിരിക്കുക, പുട്ടടിക്കാൻ ചെയ്യുന്ന പരിപാടിയാണെന്നേ. അങ്ങനെ എന്തെല്ലാം പരിപാടികളിലൂടെ നടക്കുന്നു എന്നറിയാം. അതൊരു വഴിയെ നടക്കട്ടെ. അതിനിടയിൽ ദിലീപിൻ്റെ നീക്കം മദ്രാസ് ഹൈക്കോടതി തടഞ്ഞു എന്ന് ഹെഡിങ് കാണുമ്പോൾ ആരും ഒന്ന് സംശയിക്കാം, എന്തു പറ്റി ദിലീപിന് എന്ന് നമുക്ക് തോന്നാം. ദിലീപ് എങ്ങോട്ട് നീങ്ങി, എന്തിന് നീങ്ങി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കഴുകൻ കണ്ണുകളും കാലന് പോലും വേണ്ടാത്ത കിളവികളും നൊട്ടോറിയസ് ക്രിമിനലുകളും പൊങ്ങച്ചക്കാരികളും ജീവിതത്തിൽ നെറുകേട് മാത്രം കാണിക്കുന്നവളുമാരും ദിലീപിൻ്റെ പതനം മാത്രം ആഗ്രഹിക്കുന്നവരും ഒക്കെ ചുറ്റിനുമുള്ളതിനാൽ എപ്പോൾ എവിടെ വച്ചും കുരുക്കാൻ വഴി തേടും. ദിലീപിനെ എങ്ങനെ കുരുക്കാമെന്ന് അത് ഉറപ്പായ കാര്യമാണ്. ആ ചിന്തകൾക്കിടയിലാണ് ദിലീപിൻ്റെ നീക്കം മദ്രാസ് കോടതി തടഞ്ഞു എന്നുള്ള ഹെഡിങ് വരുന്നത്. ദിലീപ് നായകനാകുന്ന പുതിയ പടമാണ് നീക്കം. ഷാജി കൈലാസിൻ്റെ മകൻ ജഗൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നീക്കം. സന്ദീപ് സേനൻ നിർമ്മിക്കുന്ന സിനിമയാണ് നീക്കം. മെഡിമിക്സ് അനൂപുമായി കോ പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്നാണ് അത് നിർമ്മിച്ചതെന്ന് തോന്നുന്നു നീക്കം. എന്തോ സാമ്പത്തിക പ്രശ്നങ്ങൾ ആ പടത്തിൻ്റെ പേരിൽ പറ്റി. അനൂപും സിനിമാ നിർമ്മാതാവാണല്ലോ, മെഡിമിക്സ് അനൂപ്, AV അനൂപ്. അദ്ദേഹം മദ്രാസ് താമസക്കാരനായതിനാൽ
മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും നീക്കം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സ്റ്റേ വാങ്ങി. അതിനെയാണ് ദിലീപിൻ്റെ നീക്കം മദ്രാസ് ഹൈക്കോടതി തടഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാപ്രകൾ ഹെഡിങ് കൊടുത്തത്. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ മാപ്രകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. അടുത്തൊരു ദയനീയ കഥയാണ് പറയാനുള്ളത്. ഹസീബ് ഹനീഫ് എന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവിനെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന എത്ര പേർക്ക് അറിയാം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അറിയാമെന്ന് പറയുമോ എന്നതിൽ എനിക്ക് സന്ദേഹമുണ്ട്. ഹസീബ് ഹനീഫ് ആലപ്പുഴക്കാരനാണ്. നമ്മുടെ നടി ഉഷ ഹസീനയുടെ സഹോദരനാണ് ഹസീബ്. ഹസീബ് കുറച്ച് സിനിമകളുടെ നിർമ്മാതാവും സഹനിർമ്മാതാവും ഒക്കെ ആയിരുന്നു. മരിച്ചുപോയ നിസാറിനെ കൊണ്ടൊക്കെ സിനിമ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. നേരിട്ട് എനിക്ക് ഹസീബിനെ പരിചയമില്ല. അടുത്തിടെ ഹസീബ് എന്നെ വിളിച്ചിരുന്നു. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു. പെട്ടെന്ന് അസുഖബാധിതനായി പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഹസീബ്. അതിനോടൊപ്പം കോടികളുടെ ബാധ്യത തലയിലായതോടെ ഹസീബിൻ്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ദുഃഖകയത്തിലായി എന്ന് പറയാം. അസുഖവും സാമ്പത്തിക പ്രതിസന്ധിയും കടവും ഒക്കെ കൂടിയാവുമ്പോൾ ആരായാലും തളർന്നു പോകും. ഹസീബും മെൻ്റലി തളർന്നു എന്ന് പറയാം. ഹസീബിൻ്റെ ദുരിത വാർത്തകളേക്കാൾ എന്നെ നോവിച്ചത് ഒരുത്തൻ്റെ വാക്ക് കേട്ട് ജീവിതം നശിപ്പിച്ചതോ പോകട്ടെ, ആപത്ത് കാലത്ത് ഒന്ന് വിളിച്ചാൽ ഫോണെടുത്ത് ഹസീബേ ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ഒരു ആശ്വാസ വാക്ക് പറയാൻ പോലും തന്നെ ചതിച്ചവൻ തയ്യാറാകുന്നില്ല എന്ന സങ്കട വർത്തമാനം കേട്ടപ്പോൾ ഈ സിനിമാക്കാരൊക്കെ എങ്ങനെ ഇത്രയും ചെറ്റകളാകുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. കലാഭവൻ മണി അഭിനയിച്ച മാണിക്യൻ എന്ന സിനിമയാണ് ഹസീബ് ഹനീഫ് ആദ്യം നിർമ്മിച്ച സിനിമ. കെ ഹരിദാസ് ആയിരുന്നു സംവിധാനം ചെയ്തത്. മരിച്ചുപോയ ആൻ്റണി ഈസ്റ്റ്മാനാണ് തിരക്കഥ എഴുതിയത്. ഒരു കൊച്ചു സിനിമ. കൗസല്യയും ജഗതിയും സിദ്ദിഖും സായികുമാറും സലികുമാറും ഒക്കെയുള്ള സിനിമ 2005 മാണിക്യൻ റിലീസായത്. പിന്നാലെ പൃഥ്വിരാജ് നായകനായ എം പത്മകുമാർ സംവിധാനം ചെയ്ത വർഗം, അതിൻ്റെ പിന്നാലെ ഫഹദ് ഫാസിൽ നായകനായ വാസുദേവൻ സനൽ സംവിധാനം ചെയ്ത ഗോഡ്സ് ഓൺ കൺട്രി, കമൽ മമ്മൂട്ടിയെ നായകനാക്കി ചെയ്ത എത്യോപ്യയിലെ രാജാവ്, ഉണ്ണി മുകുന്ദൻ നായകനായ പാതിരാമണൽ, ജയറാം നായകനായ ആടുപുലിയാട്ടം, മൈ ഗ്രേറ്റ് ഫാദർ, ഇതും ജയറാമായിരുന്നു നായകൻ. നന്നായി വീണ സിനിമയായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ. ഇതിൻ്റെ പിന്നാലെ വന്ന ഒരു സിനിമ ഹസീബിനെ ശരിക്കും തകർത്തു. ജയറാമിൻ്റെ മകൻ കാളിദാസ് നായകനാവുന്ന ഹാപ്പി സർദാർ മറ്റാരോ തുടങ്ങി വെച്ച സിനിമയായിരുന്നു. അത് പാതി വഴിയിൽ കിടന്നുപോയി. ഈ ചിത്രം ജയറാം ഇടപെട്ട്, അണ്ടർലൈനിട്ട് കേൾക്കണം, ജയറാം ഇടപെട്ട് ഹസീബിനെ കൊണ്ട് എടുപ്പിച്ചു. എന്തെങ്കിലും അടി പറ്റിയാൽ ഞാനില്ലേ ഹസീബെ പരിഹരിച്ചോളാമെന്ന ഉറപ്പ് ജയറാം നൽകിയത് ഒരു ഉറപ്പായി തന്നെ ഹസീബ് എടുത്തു. ഹൈദരാബാദിലെ റാമുജി ഫിലിം സിറ്റിയിലും പഞ്ചാബിലും ഒക്കെ പോയി അടിച്ചു പൊളിച്ചങ്ങ് പടം തീർത്തു. പക്ഷേ തിയേറ്ററിലെത്തിയപ്പോൾ പരമദയനീയമായി ഈ സർദാർ പടം തലകുത്തനെ താഴെ വീണു. എന്തേലും പ്രശ്നം വന്നാൽ ജയറാം ഉണ്ടല്ലോ കൂട്ടിന്. ഇതിനിടയിലാണ് സ്ട്രോക്കിൻ്റെ രൂപത്തിൽ ഹസീബിനെ വിധി വീഴ്ത്തിയത്. പടം 7 നിലയിൽ പൊട്ടി. 2019 ഹാപ്പി സർദാർ. അതിന് മുൻവർഷം 2018 കുഞ്ചാക്കോ ബോബൻ നായകനായ കുട്ടനാടൻ മാർപ്പാപ്പയും വിജയമായിരുന്നില്ല. നമ്മളുള്ളതുള്ളതുപോലെ പറയണമല്ലോ. എന്തായാലും ഹാപ്പി സർദാർ കോടികൾ കളഞ്ഞു. അസുഖബാധിതനായി ഹസീബ് വീഴുകയും ചെയ്തു. എന്തെങ്കിലും വഴിതേടി ജയറാമിനെയോ കാളിദാസിനെയോ ഹസീബ് വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. അങ്ങനെ ഹസീബിൻ്റെ ജീവിതം ശരിക്കും വഴിമുട്ടി എന്ന് എന്നോട് അയാൾ തുറന്നു പറഞ്ഞു. എൻ്റെ ദിനേശേട്ടാ, എന്നെ ഇങ്ങനെ ജയറാം ചതിക്കുമെന്ന് വിചാരിച്ചില്ല. എന്തെങ്കിലും പടത്തിനൊരു വീഴ്ച വന്നാൽ ഞാൻ ഇല്ലേ ഹസീബെ എന്ന് എന്നോട് ചോദിച്ച് അയാളുടെ മകൻ്റെ പടം എന്നെ തലയിൽ വെച്ച് തന്നതാണ്.
ദയനീയമായി കോടികൾ പോയപ്പോൾ ഞാൻ ഈ അസുഖബാധിതനല്ലായിരുന്നെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു. ഞാനിങ്ങനെ സ്ട്രോക്കിൻ്റെ രൂപത്തിൽ കിടക്കുകയാണ് വീട്ടിൽ. അപ്പം ഞാൻ എന്തെങ്കിലും അയാളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുക്കുന്നില്ല, അയാളുടെ മകൻ നായകനായ പയ്യനും എടുക്കുന്നില്ല. എന്ത് പറയാനല്ലേ. ഇവിടെ മില്ലേനിയം സ്റ്റാർസ് എന്ന് പറഞ്ഞ് കിരീടമൊക്കെ ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കിയ കിരീട ഉണ്ണി മില്ലേനിയം സ്റ്റാർസ് എന്ന് പറഞ്ഞ പടം എടുത്തു 2000. പൊളിഞ്ഞു പാളീസായി എന്ന് പറയാം. അപ്പോൾ കിരീടം ഉണ്ണിയുടെ സ്ഥിരം കോസ്റ്റ്യൂമർ ഇന്ദ്രൻസ് ആയിരുന്നു. ആ ഇന്ദ്രൻസിനെ ഇതിൽ വച്ചില്ല മില്ലേനിയം സ്റ്റാർസിൽ, കാരണം അതിന് പറ്റിയ ഡിഗ്നിറ്റി ഒന്നും ഇന്ദ്രൻസിനില്ല എന്ന് തോന്നി. അപ്പോൾ ഇവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, ഇന്ദ്രാ കിരീടത്തിൽ മൊത്തം നമ്മളെടുത്ത കോസ്റ്റ്യൂമില്ലേ, ആ കോസ്റ്റ്യൂം സല്ലാപത്തിലൊക്കെ നമ്മളെടുത്ത കോസ്റ്റ്യൂമില്ലേ, ആ കോസ്റ്റ്യൂമിൻ്റെ വില ഒരു പടത്തിന് മുഴുവൻ എടുത്ത കോസ്റ്റ്യൂമിനേക്കാൾ വിലയായി ഇതിൽ ബിജു മേനോന് ഡ്രസ്സ് എടുത്തപ്പോൾ എന്ന് അഹങ്കരിച്ച പടമായിരുന്നു. പടം പൊളിഞ്ഞ ശേഷം എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി ജയറാമുള്ള സെറ്റിൽ ചെന്നു. ജയറാമാണ് ഇതിലെ ബിജു മേനോൻ്റെ കൂടെ നായകൻ. കാറിൽ നിന്ന് കിരീട ഉണ്ണി ഇറങ്ങിയപ്പോൾ ജയറാം കൂകുകയാണ് സ്വീകരിച്ചതെന്ന് അന്ന് വലിയ വാർത്തയായി. പൊളിഞ്ഞ പടത്തിൻ്റെ പ്രൊഡ്യൂസർ, പൊട്ടിയ പ്രൊഡ്യൂസർ വരണേ എന്ന് പറഞ്ഞ് കൂവിയിരുന്നു. ഹസീബിനെ എന്തായാലും കൂവിയില്ലല്ലോ. സഖാവ് വി എസിൻ്റെ പ്രശസ്തമായ ഒരു പ്രസംഗത്തിലൊരു കോട്ടുണ്ട്, മോരുണ്ടോ ഇല്ല എന്നാൽ കുറച്ച് ഉണ്ണ എന്ന് പിണറായി പറയുന്നത്, അല്ല വി എസ് പറയുന്ന ഒരു കോട്ടുണ്ട്. നല്ല രസമാണത് കേട്ടോണ്ടിരിക്കുക. മാറ്റ ഫെഡറേഷൻ എന്ന ചട്ടമ്പിമാരുടെ ട്രേഡ് യൂണിയൻ തകർത്ത് ഫെഫ്ക ജന്മം കൊള്ളുന്നത് രഞ്ജിത്ത് എന്ന സംവിധായകൻ്റെ രാജിയോടെയാണ്. പിന്നെ രാജിയുടെ ഒരു വെടിക്കെട്ടായിരുന്നു. തിരുവനന്തപുരത്തുള്ള മാറ്റ ഫെഡറേഷനിൽ അംഗത്വമുള്ളവരുടെ രാജി ഒപ്പിട്ട് വാങ്ങേണ്ട ചുമതല എനിക്കായിരുന്നു. കോഴിക്കോട്ടും കണ്ണൂരും പാലക്കാട്ടും എന്ന് വേണ്ട കേരളത്തിലെ എല്ലാ ജില്ലകളിലും രാജി എഴുതി ഒപ്പിട്ട് വാങ്ങാൻ ആളുണ്ടായിരുന്നു. എറണാകുളത്തെ ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ ഓഫീസ് ഫങ്ഷൻ ചെയ്തു. വീട്ടിൽ പോകാതെ 18-20 ദിവസം ഞാനടക്കം BTH തങ്ങി. പേര് കണ്ടെത്തുന്നത് മുതൽ നിരവധി മീറ്റിങ്ങുകൾ. അമ്മ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫിലിം ചേംബർ, എല്ലാ സിനിമാ സംഘടനകളുടെയും അകമഴിഞ്ഞ സഹകരണം അന്ന് ലഭിച്ചു. ആൻ്റണി പെരുമ്പാവൂരുമായി ഞാൻ പരിചിതനാകുന്നത് അവിടെ വച്ചാണ്. ആരെയും എന്തും പറയുന്ന, എന്തും എർത്തുകളെ വെച്ച് ചെയ്യുന്ന ഒരു ചട്ടമ്പിയുടെ പതനമായിരുന്നു അവിടെ നടന്നത്. സരോവരത്തിൽ ഫെഫ്ക തുടക്കം കുറിക്കുമ്പോൾ മലയാള സിനിമ ഒന്നടക്കം അവിടെ പിന്തുണയുമായി നിലകൊണ്ടു. ലക്ഷങ്ങൾ പുട്ടടിച്ച മാറ്റ ഫെഡറേഷൻ ആർക്കോ ഇന്ന് കുടുംബസ്വത്തായി മാറി. ഫെഫ്കയുണ്ടായതുപോലെ അമ്മയെ പിളർക്കാമെന്ന് വ്യാമോഹിച്ച് ഇടയ്ക്കിടെ അമ്മയിൽ നിന്ന് ചിലർ പുറത്ത് ചാടും. പക്ഷെ ഒന്നും സംഭവിക്കില്ല. കാരണം മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങി പുതിയ തലമുറയിലെ ശ്രദ്ധേയർ വരെ അമ്മയിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ പുറത്തു പോകുന്ന കൂതറകൾക്ക് ഒരു വിലയും കിട്ടില്ല, ഒരു പുല്ല് ചലനവും ഉണ്ടാക്കാനും കഴിയില്ല. ശ്വേതമേനോട് ആറ്റിലേക്ക് അച്യുതാ ചാടല്ലേ ചാടല്ലേ എന്ന് പറഞ്ഞ കണക്ക് പലരും റിക്വസ്റ്റ് നടത്തിയിട്ടും മീഡിയ അറ്റൻഷന് വേണ്ടി, തൻ്റെ കഴിവില്ലായ്മ മറയ്ക്കാൻ വേണ്ടി ശ്വേത അംഗത്വം വരെ രാജിവെച്ചു. ഇത് കണ്ട് ഒരു പഷ്ട് കക്ഷി കൂടെ ചാടി, ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അബദ്ധം പിടികിട്ടിയെന്ന് തോന്നുന്നു. സീനിയേഴ്സ് സംസാരിക്കട്ടെ, തിരിച്ചു ചെല്ലാമത്രേ. ആര്? ഈ പുറകെ ചാടിയോൾ പറയുക, സീനിയേഴ്സ് സംസാരിക്കട്ടെ എന്നോട്, ഞാൻ തിരിച്ചു ചെല്ലാം, അതിനെപ്പറ്റി വേണമെങ്കിൽ അപ്പോഴാലോചിക്കാം. അപ്പോൾ സീനിയേഴ്സ് ആകുമ്പോൾ മധു സാറിനെ ആകുമോ ഉദ്ദേശിച്ചത് എന്നെനിക്കറിയില്ല. സാറിപ്പോൾ വീട്ടിന് പുറത്തൊന്നും പോകാറില്ല. വേറൊരു സീനിയറാണ് രാഘവൻ. അദ്ദേഹം ഇത്ര അലക്കലിന് ഒരിക്കലും പോകാറില്ല. ഇവരാണ് വാസ്തവത്തിൽ 2 സീനിയേഴ്സ്. ഒരു 10-40 വർഷം സീനിയറായവർ മതിയെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, ദേവൻ, സുരേഷ് ഗോപി, ജഗദീഷ്, മുകേഷ് മുതലായവരുണ്ട്. അവർക്ക് വേറെ പണികൾ ഉള്ളതിനാൽ ചർച്ചയ്ക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആരെ വിടാൻ പറ്റും? രമേശ് പിഷാരടിയാണല്ലോ വിടേണ്ടത്, അഡ്വക്കേറ്റ് കമ്മിറ്റിയുടെ ചെയർമാനല്ലേ. ഈ രാജിവെച്ച് പോയ
മഹതിയെ തിരിച്ചു കൊണ്ടുവരാൻ സീനിയേഴ്സിനെ ചർച്ചയ്ക്ക് വിടണം. ആരെ വിടും? രമേഷ് പിഷാരടി. ഇതിനിടയിൽ അൻസിബ ഒരു ഗാന്ധി ശിഷ്യ ആകുന്നത് കണ്ടു. പുറത്തു പോയവരെയൊക്കെ തിരിച്ചെടുക്കണമെന്നാണ് ഇപ്പോൾ അൻസിബ പറയുന്നത്. ആദ്യം അവർ പുറത്തു പോയത് എന്തിനെന്ന് വിശദമാക്കണ്ടേ? അവരെ ആരെയും അമ്മ അക്കാലത്ത് ഭരിച്ചിരുന്ന ഇന്നസെൻറ്റോ മോഹൻലാലോ ഇടവേള ബാബുവോ ഇൻസൾട്ട് ചെയ്തതായോ പരദൂഷണം പറഞ്ഞതായോ അനാവശ്യം പറഞ്ഞതായോ പോയവരാരും പരാതി പറഞ്ഞിട്ടുമില്ല. ചിലർ പോകുന്നതാണ് നല്ലത് അൻസിബ, നിങ്ങൾക്കും ഞങ്ങൾക്കും അതാണ് നല്ലത് എന്ന് ഞാൻ പറയും. ഒരുപാട് ഗാന്ധി ശിഷ്യയാകണ്ട. തന്നെ എന്തൊക്കെ വിളിച്ചു എന്ന് തനിക്കറിയാമല്ലോ. എന്നിട്ട് അവരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരുമാതിരി മറ്റേ വർത്താനം അത് വേണ്ട. അടുത്ത കഥ അതിനേക്കാൾ ദിവസമാണ്. ചേരുംപടി ചേരും എന്ന് പഴമക്കാർ പറയും. എറണാകുളത്ത് ഒരു ഹോട്ടൽ നടത്തിപ്പുകാരനുണ്ട്. DJ പാർട്ടിയൊക്കെ ഹോട്ടലിൽ നടത്തുന്ന ഒരു OG സുനിൽ. ഡ്രഗ്സിൻ്റെയൊക്കെ എന്തൊക്കെയോ കേസുകളുള്ള ആളാണ് കക്ഷി. പെൺവിഷയത്തിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ സംസാരിക്കുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. മറ്റേ വലിയ ഗുണ്ടാ സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് പറയണത്. എനിക്ക് പരിചയമില്ല ആളിനെ. 2012 കാശ് എന്ന സിനിമ ഈ സുനിൽ നിർമ്മിച്ചു. പിന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടിയ 22 ഫീമെയിൽ കോട്ടയം നിർമ്മിച്ചു. ഫഹദ് ഫാസിൽ റീമയും പോപ്പുലറായ സിനിമാ താരങ്ങളാവുന്നത് ഈ സിനിമയിലൂടെയാണല്ലോ. 2015 മേജർ രവിയുടെ സംവിധാനത്തിൽ പിക്കറ്റ് 43 എന്ന പൃഥ്വിരാജും ജാവേദ് ജബ്രിയും കേന്ദ്ര കഥാപാത്രങ്ങളായ പട്ടാള അതിർത്തി കഥ സിനിമയാക്കി. OG സുനിലിനെ പറ്റി ഒരുപാട് പേർ എന്നെ വിളിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. സിനിമയിലെ പലരും വഴിവിട്ട പ്രവൃത്തികൾക്കൊക്കെ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിനെയും ആശ്രയിക്കും എന്നൊക്കെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് പലരും. എന്തോ കാന്താരിയ പച്ചവളവ എന്തോ പറഞ്ഞ് ഹോട്ടലൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിന്. അവിടെ എല്ലാം ഈ സ്ത്രീ വിഷയവും ലഹരിയുമാണെന്ന് പറയുന്നു. ഇനി സതീശൻ്റെ അളിയനാണോ എന്ന് എനിക്കുണ്ടോ മുഖ്യമന്ത്രിയുടെ. ഇവിടെ എന്തിനാ തൂഫാൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല. ഇവരെയൊന്നും പിടിക്കില്ല, ചെറുപരൽ മീനുകളല്ലേ പിടിക്കൂ. അതുകൊണ്ടാണോ അറിഞ്ഞൂടാ OG സുനിലിനെ പൊക്കാത്തത് അല്ലെങ്കിൽ അവിടെ റെഡി ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. ഒരു ഗ്യാങ്സ്റ്റാർ ആണോ താങ്കളെന്ന് ചോദിച്ചാൽ അതെ, അതിനെന്താ എന്ന് തിരിച്ചു ചോദിക്കുന്ന മുതലാളിയാണ് ഈ OG സുനിൽ. എൻ്റെ കാസറ്റ് എന്നാണ് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. അപ്പോൾ എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് സുനിലിനെ തുറന്നു കാട്ടുന്ന കുറേ വാർത്തകൾ പുറത്തുവിട്ടു. എൻ്റെ പാർട്ടികളിൽ മദ്യം ഒഴുക്കാറുണ്ടെന്ന് തുറന്നു പറയുന്ന ആളാണ് OG സുനിൽ. ഇപ്പോൾ OG സുനിലിനെ പറ്റി പറയാൻ കാര്യം, അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു OG സുനിലിനെ പറ്റി ഇപ്പോൾ പറയാൻ കാരണം, നമ്മുടെ മേജർ രവി ഒരു വിവാദവുമായി എത്തിയിട്ടുണ്ട്. എപ്പോഴും വിവാദം ഉണ്ടാക്കലാണല്ലോ ഇപ്പോൾ മേജറിൻ്റെ പ്രധാന ജോലി. BJPയുടെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ആരും എന്തും പറയാമല്ലോ. മേജർ സംവിധാനം ചെയ്ത പിക്കറ്റ് 43 എന്ന് പറഞ്ഞ പടം OG സുനിലാണല്ലോ നിർമ്മിച്ചത്. ആ പടം കള്ള ഒപ്പിട്ട് മേജർ രവി സ്വന്തമാക്കി എന്നാണ് OG സുനിലിൻ്റെ പരാതി. ഒരു ബാനറും ടൈറ്റിലും രജിസ്റ്റർ ചെയ്താൽ ആ പടം മറ്റൊരാൾ കള്ള ഒപ്പിട്ട് സ്വന്തമാക്കും എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. അത് സുനിലിന് മാത്രമേ അറിയാവൂ ആ രഹസ്യം. വേണേൽ അതിൻ്റെ OTT റൈറ്റോ CD റൈറ്റോ ചാനൽ റൈറ്റോ മറ്റ് ഭാഷകളിൽ മൊഴി മാറ്റുന്നതിനുള്ള റൈറ്റോ OG സുനിൽ തനിക്ക് തന്നിട്ടുണ്ടെന്ന് സുനിലിൻ്റെ ലെറ്റർ ഉണ്ടെങ്കിൽ കൈക്കലാക്കാം. അപ്പോഴും സിനിമ അടിച്ചു മാറ്റാൻ പറ്റില്ല. അത് സെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കുന്നത് അതാരുടെ പേരിലാണോ അവർക്കേ ആ പടത്തിൻ്റെ റൈറ്റ് ഉണ്ടാവും. സുനിലെ ഈ പറയുന്നതൊക്കെ നട്ടാൽ കുരുക്കാത്ത നുണ മാത്രമാണെന്ന് മേജർ പറയുന്നു. എനിക്ക് സിനിമ ചെയ്യാൻ ഇയാൾ ശരിയാവില്ല എന്ന് തുടക്കത്തിലെ പൃഥ്വിരാജിനോട് പറഞ്ഞിരുന്നതാണെന്നും എല്ലാവരും കൂടി എൻ്റെ തലയിൽ വച്ചു തന്നതാണെന്നും മേജർ പറയുന്നു. ഒരു പടം തുടങ്ങുന്ന വാർത്ത കൊടുത്ത് കാസ്റ്റിംഗ് കോൾ വിളിച്ച് 22 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവരെ പെൺപിള്ളേരെ കൂട്ടുകയാണ് ഇയാളുടെ പ്രധാന പണിയെന്ന് മേജർ പറയുന്നു. പെൺവിഷയത്തിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് വിശ്വസിക്കാവുന്ന ചില വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ പെൺപിള്ളേരുമായി സുനിൽ കുഴഞ്ഞു മറിയുന്ന ഏതൊക്കെയോ വിഷ്വലുകൾ ആരൊക്കെയോ എനിക്ക് അയച്ചു തന്നു. ഇയാൾക്കാണെങ്കിൽ എണീറ്റിക്കാൻ വയ്യ. എനിക്ക് വേണം ഈ ലഹരികളെല്ലാം ഉപയോഗിച്ച്
കട്ടയും പടവും മടങ്ങിയിരിക്കുന്ന ആളാണ് OG സുനിലെന്ന് തോന്നുന്നു. പിന്നെ ഈ അല്പന്മാർ വയ്ക്കുന്ന കണ്ണടയും ചങ്ങലയും ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു പ്രത്യേക രൂപമാണ്. അപ്പോൾ കൊച്ചിയാവുമ്പോൾ എന്തും ആവാമല്ലോ. പടം 96 ദിവസം ഓടി എന്നത് മേജറുടെ തള്ളാണ്. മേജർ പറയുന്നത് ഈ പിക്കറ്റ് ഈ പട്ടാളക്കഥ പൃഥ്വിരാജിനെ വെച്ചെടുത്ത സിനിമ 96 ദിവസം ഓടി. ഒരു 4 ദിവസം കൂടെ തള്ളിയിരുന്നെങ്കിൽ 100 ആക്കാമായിരുന്നു. 50 ദിവസം നന്നായി ഓടിയോ എന്ന് എന്നോട് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയൂ. മേജർ പറയുന്നത് ഇയാൾ സിനിമ എടുക്കുന്നത് വേറെ ചില പരിപാടികൾക്കാണ് എന്നാണ്. അതാണ് മേജറുടെ കാഴ്ചപ്പാട്. അത് ശരിയാണെന്ന് തോന്നും സുനിലിൻ്റെ ആക്ഷനിൽ കാണുമ്പോൾ. നാഷണൽ അവാർഡിന് പടം അയച്ചില്ല, അതാണ് മേജറുടെ ഒരു പ്രധാന പരാതി. 50-ാം ദിവസത്തെ പോസ്റ്റർ മേജർ പ്രിൻ്റ് ചെയ്ത് ഒട്ടിച്ചു എന്നാണ് പറയുന്നത്. നിർമ്മാതാവിൻ്റെ പേരില്ലാതെ മേജറും ടീമും എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചു എന്ന് പറയുന്നു. അതൊക്കെ മേജർ എന്തിനാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. കാരണം പടം ഓടിയാൽ കാശ് കിട്ടുന്നത് നിർമ്മാതാവിനല്ലേ, പോസ്റ്റർ മാത്രം ഒട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ മേജർ ഒട്ടിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും സുനിലിനെതിരെ പലതും പറയുന്നുണ്ട് മേജർ. എനിക്ക് പറയാനുള്ളത് ചേരുംപടി ചേർന്നു എന്ന് മാത്രമാണ്. അവസാനം മേജർ പറഞ്ഞൊരു ഡയലോഗുണ്ട്. പുതിയ പടം തുടങ്ങുന്നു എന്ന് OG സുനിൽ അനൗൺസ് ചെയ്താൽ, കാസ്റ്റിംഗ് കോളിന് വേണ്ടി അനൗൺസ് ചെയ്താൽ കേരളത്തിലെ ഒരു പെമ്പിളരും പൊക്കളയരുത്, നിങ്ങളെ വേറെ ചില കാര്യത്തിനാണ് അയാൾ ഈ കാസ്റ്റിംഗ് കോൾ വയ്ക്കുന്നത്, അല്ല സിനിമയ്ക്കല്ല എന്നും മേജർ ചൂണ്ടിക്കാട്ടും. മലയാളത്തിലെ നല്ല സിനിമകളിലൊന്നാണ് കിരീടം. അതിലാർക്കും തർക്കം ഉണ്ടാവാൻ സാധ്യതയില്ല. സിബി മലയിലിൻ്റെ നല്ല പടങ്ങളിലൊന്നുമാണ് കിരീടം. മോഹൻലാലിൻ്റെ നല്ല വേഷങ്ങളിലും ഒന്നാണ് കിരീടം. മോഹൻ ജോസ് എന്ന് പറഞ്ഞ നടന് കിട്ടിയ ഏറ്റവും നല്ല ഒരു വേഷമേ നല്ലത് കിട്ടിയിട്ടുള്ളൂ. അത് കീരിക്കാടൻ ജോസായി അഭിനയിച്ച വേഷമാണ്. സമൂഹം ഭ്രാന്തനായി മുദ്ര കുത്തിയ ബാലമാഷിൻ്റെ കഥയെ സമൂഹം ഗുണ്ടയായി മുദ്ര കുത്തിയ സേതുവിൻ്റെ കഥയാക്കി മാറ്റിയ സിനിമയാണെന്ന് കിരീടം ഇറങ്ങിയ കാലത്ത് പലരും പറഞ്ഞു. ഇത് ലോഹിതദാസിനോട് ചോദിച്ച സിനിമ കൂടിയാണ് കിരീടം. ഇത് ബാലമാഷിൻ്റെ കഥ എടുത്ത് തിരിച്ചിട്ടല്ലേ, ഭ്രാന്തിനെ ഗുണ്ടയാക്കിയതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ലോഹിതദാസിനോട്. ആദ്യമായി നിർമ്മിച്ച സിനിമ വലിയ വിജയമായിട്ടും കിരീടം നിർമ്മിച്ച കിരീടം ഉണ്ണിയും ദിനേശ് പണിക്കരും ആദ്യ ചിത്രത്തോടെ വേർപിരിഞ്ഞ സിനിമ കൂടിയാണ് കിരീടം. ഒരേ സമയം ചാണക്യനും വർണ്ണവും ചെയ്യുന്ന തിലകൻ ഈ സിനിമയിൽ സേതുമാധവൻ്റെ അച്ഛൻ അച്യുതൻ നായരാകാൻ കൂടിയേ തീരൂ എന്ന വാശിയിൽ ലൊക്കേഷൻ തിരുവനന്തപുരത്തേക്ക് പറിച്ചു നട്ട സിനിമ കൂടിയാണ് കിരീടം. കള്ളിച്ചെല്ലമ്മ അടക്കം നിരവധി സിനിമകൾ ചിത്രീകരിച്ച വെള്ളായണി കായലിലെ കന്നുകാലിച്ചാലിൻ്റെ അപ്പുറവും ഇപ്പുറവും നടക്കാനായിട്ടുണ്ടാക്കിയ പാലത്തിൽ സേതുമാധവനും കൂട്ടുകാരൻ കേശുവുമായി സംസാരിച്ചിരുന്നതിനാലും സേതുമാധവനും ഉറപ്പണ് ദേവിയും പിരിഞ്ഞ ശേഷമുള്ള കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന മനോഹരമായ പാട്ടിലെ ചില ഷോട്ടുകൾ ഈ കിരീടം ഈ പറയുന്ന പാലത്തിൽ കന്നുകാലി ചാനലിലെ എതിർവശത്തേക്ക് പോകുന്ന ആ കൊച്ചു പാലത്തിൽ എടുത്തതും ഈ കന്നുകാലിച്ചാലിൻ്റെ കുറുകെയുള്ള പാലത്തിലായതിനാലാകണം എങ്ങനെയോ അതിന് ഇപ്പോൾ കിരീടം പാലം എന്ന് മുദ്ര ചാർത്തി. ഇന്ന് കിരീടം പാലം വെള്ളായണി കായലിനേക്കാൾ പ്രശസ്തമാണ്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളരുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും നാടൻ സായിപ്പന്മാരും നാടൻ മദാമകളും തിങ്ങി നിറഞ്ഞ് ശ്വാസം മുട്ടുന്ന ഇടമായി മാറി ഇപ്പോൾ കിരീടം പാലവും വെള്ളായണി കായലുമൊക്കെ. കാക്കാകാണി എന്ന് പേരുണ്ടായിരുന്ന ഒരു സ്ഥലം വെള്ളായണിയിൽ എവിടെ ഉണ്ടായിരുന്നുവെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് ആർക്കും അറിയില്ല. അവർക്ക് ഈ കാക്കാകാണിയെ ഇപ്പോൾ അറിയാവുന്നത് കിരീടം പാലം എന്ന് മാത്രമാണ്. കിരീടത്തിന് ശേഷം കിരീടം ഉണ്ണിയും ദിനേശ് പണിക്കരും പല സിനിമകളെടുത്തു. ഒരുപാട് കാശ് മുടക്കി കിരീടം ഉണ്ണി മില്ലേനിയം സ്റ്റാർസ് എന്ന കൂതറ പടമെടുത്ത് പൊട്ടിപ്പൊളിഞ്ഞ് സിനിമാ നിർമ്മാണം തന്നെ നിർത്തിയ കൃഷ്ണകുമാർ എന്ന ഉണ്ണിയെ ആരും മില്ലേനിയം ഉണ്ണി എന്ന് വിളിക്കാറില്ല. കിരീടം ഉണ്ണിയാണ് അയാളിപ്പോഴും. സ്റ്റാലിൻ ശിവദാസ് എന്ന തല്ലിപ്പള്ളി സിനിമയെടുത്ത് പൊളിഞ്ഞ ദിനേശ് പണിക്കരെയും ആരും സ്റ്റാലിൻ ദിനേശ് എന്ന് വിളിക്കാറില്ല.
കിരീടം നിർമ്മിച്ച പണിക്കരാണിപ്പോഴും. ഇപ്പോൾ ഇതൊക്കെ എന്തിന് ഓർത്തു എന്നാണെങ്കിൽ കിരീടം റീമാസ്റ്ററിങ് ചെയ്ത് തിയേറ്ററിൽ വരാൻ പോവുകയാണ്. കരിങ്കുരങ്ങ് രസായനത്തിൽ കരിങ്കുരങ്ങില്ല എന്ന് പറയും പോലെ കിരീടം റീമാസ്റ്ററിങ് ചെയ്യുന്നതിൽ ഈ പറഞ്ഞ കിരീട ഉണ്ണിയോ പണിക്കരോ ഇല്ല. പടം 7 ആർട്സിന് ഔട്ട്റൈറ്റ് വിറ്റതാണല്ലോ. 7 ആർട്സിൽ നിന്നും വാങ്ങിച്ചാണ് റീമാസ്റ്ററിങ് ചെയ്യുന്നത്. ഈ പുതു റിലീസിൻ്റെ ഒരു ചടങ്ങ് എറണാകുളത്ത് നടന്നപ്പോൾ അവിടെ ആഡിറ്റോറിയത്തിൽ വെച്ച ഒരു ഫ്ലെക്സ് കണ്ടപ്പോഴാണ് എനിക്കിതെല്ലാം ഓർമ്മ വന്നത്. കിരീടവുമായി ബന്ധപ്പെട്ട ഈ ലോകം വിട്ടുപോയ സകലമാന പേരെയും കലാസംവിധായകൻ CK സുരേഷിനെ അടക്കം മുഖങ്ങൾ ഈ ഫ്ലെക്സിലുണ്ട്. സിബി മലയിലിനും മോഹൻലാലിനും പ്രിയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ മേക്കപ്പ് മാൻ നവോദയ വേലപ്പൻ എന്ന് പറഞ്ഞ ആളായിരുന്നു, അല്ലെങ്കിൽ ഉദയ വേലപ്പൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. ആ മനുഷ്യൻ്റെ പടം ഇതിലെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ എല്ലാവരെയും ഇങ്ങനെ പരതി നോക്കിയപ്പോൾ ഒരു മൂലയിലും വേലപ്പൻ മാമൻ്റെ പടമില്ല. പക്ഷേ അത് മുൻനിരയിൽ വയ്ക്കേണ്ട ഫോട്ടോ ആയിരുന്നു. കാരണം സിബി മലയിലിനൊരു ഗുരുനാഥനെ പോലെ ആയിരുന്നു, മോഹൻലാലിനും പ്രിയപ്പെട്ടവനായിരുന്നു. കീരിക്കാടൻ്റെ ഭീഭത്സത പ്രേക്ഷകനെ അനുഭവിപ്പിച്ചതിൽ മേക്കപ്പിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു കിരീടത്തിൽ. വേലപ്പൻ മാമനെ ആര് മറന്നാലും സിബി മലയിൽ മറക്കാൻ പാടില്ലായിരുന്നു. റീമാസ്റ്ററിങ് ചെയ്യുന്നത് ഒരു എന്താ പറയുക, പോടി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനും സംഘവുമാണെന്നൊക്കെ സിബിക്ക് പറയാം. പക്ഷേ എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നത് സിബി മലയിലാണ്, ബോണിയല്ല. അതുപോലെ തന്നെ കിരീടമൊക്കെ നടക്കുന്ന കാലത്ത് മലയാള സിനിമയിൽ ഒരു ഡ്രൈവർ കുട്ടപ്പൻ ഉണ്ടായിരുന്നു. ഈ കിരീടത്തിൽ ഓടിയ കുട്ടപ്പൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ ആ സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സുകുമാരൻ, ഇവരെയൊക്കെ കൂടി വയ്ക്കാമായിരുന്നു. പക്ഷേ മറന്നു കാണും, വച്ചില്ല ഇവരെ ആരെയും ഫോട്ടോ. കിരീടത്തിൽ ഇനി ജീവിച്ചിരിക്കുന്നവർ മോഹൻലാലും മണിയമ്പിള്ളയും ഉഷയും പിന്നെ ഞാനും മാത്രമെന്ന് ജഗദീഷ് സാറ് അവിടെ പ്രസംഗിക്കുന്നത് കണ്ടു. മോശമല്ലാത്ത വേഷങ്ങൾ കിരീടത്തിൽ ചെയ്ത യദുകൃഷ്ണനും ശാന്തകുമാരിയും ഒക്കെ ഇവിടെ ജീവനോടെ ഉണ്ട് സാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഹൻലാലിൻ്റെ അനുജൻ രമേശൻ്റെ വേഷമായിരുന്നു യദുവിന്. സേതുവിൻ്റെ മുറപ്പെണ്ണ് ദേവിയുടെ അമ്മയുടെ വേഷമായിരുന്നു ശാന്തകുമാരിക്ക്. ഒരു വേദിയിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ കൂടി അറിയണ്ടേ ജഗദീഷ് സാറേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നീണ്ടുപോയി എന്ന് തോന്നുന്നു. ഒരു കഥ കൂടെ പറഞ്ഞ അവസാനം, അറുവാണി തുനിഞ്ഞാൽ നിർവ്വാണമില്ല എന്ന് പറയാറുണ്ട്. മറ്റൊരു ഫീൽഡിലും ഇല്ലാത്ത വിധം സ്ത്രീ പുരുഷ സംഗമം നടക്കുന്ന ഇടമാണ് നാടക, സിനിമ, സീരിയൽ രംഗം. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. ഈ രംഗത്ത് സ്ത്രീയും പുരുഷനുമായുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് എന്നത് പരമമായ സത്യമാണ്. വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും പല പല രീതികൾ ഉണ്ട് എന്ന് മാത്രം. എനിക്ക് താല്പര്യമുണ്ട്, സഹകരിക്കാമോ എന്ന് തുറന്നു ചോദിക്കുന്നവരുണ്ട്. ബോറടിക്കുന്നു, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് തിരക്കുന്നവരുണ്ട്. ഞാൻ വരും, വാതിലടയ്ക്കണ്ട എന്ന് പറയുന്നവരുണ്ട്. ഞാനിതൊക്കെ അറിവ് വച്ച കാലത്തെ തുടങ്ങിയതാ, എനിക്കിപ്പോഴും അതിൽ താല്പര്യമില്ല എന്ന് പറയുന്നവരുമുണ്ട്. തേഞ്ഞൊന്നും പോവില്ലല്ലോ, ഞാൻ വരും, തരണം എന്ന് ഓർഡർ ഇടുന്നവരുമുണ്ട്. എനിക്ക് താല്പര്യമില്ല, എൻ്റെ കൂടെ വന്ന ചേച്ചി അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന അനുജത്തി അല്ലെങ്കിൽ എൻ്റെ ആയ അവർ തരും എന്ന് പറയുന്നവരുമുണ്ട്. നായകൻ്റെ കൂടെ പോയപ്പോൾ ഒരു നായികയുടെ അമ്മ ദീർഘശ്വാസം വിട്ടിട്ട് പറഞ്ഞു, നമ്മളൊക്കെ വയസ്സായില്ലേ, ആർക്ക് വേണമെന്ന്. നടന്ന സംഭവമാണ് ഞാൻ പറയണേ. അടുത്തിരുന്ന സ്വഭാവ നടനോടാണ് ഇത് പറഞ്ഞത്. നമുക്കൊക്കെ വയസ്സായില്ലേ, നമ്മളെയൊന്നും ആർക്കും വേണ്ട. അത് കേട്ടപ്പോൾ ഈ സ്വഭാവ നടൻ പറഞ്ഞത്, നിരാശനാകണ്ട, വരൂ, ഞാനുണ്ട് എന്ന് ആശ്വസിപ്പിച്ചതും എനിക്കറിയാം. ഞാൻ ഈ പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾക്കാർക്കും തോന്നണമെങ്കിൽ ഞാൻ പെട്ടെന്നൊരു ആളിനെ പറഞ്ഞുതരാം. നമ്മുടെ നടനും നിർമ്മാതാവും സംവിധായകനും ഒക്കെ ആയ P. ശ്രീകുമാർ ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞു തരും ഇങ്ങനൊരു സംഭവം നടന്നോ എന്ന്. നടന്നു. ശ്രീകുമാർ ചേട്ടൻ സാക്ഷിയായിരുന്നു അതിൽ. നായികയുടെ അച്ഛൻ, ഈ പറഞ്ഞ കഥയിലെ നായികയുടെ അച്ഛൻ ഉയർന്ന പട്ടാളക്കാരനായിരുന്നു. ഇതൊന്നും അറിയാതെ കൊമ്പം മീശയും തടവി പട്ടാള കുപ്പിയിൽ നിന്നും കുറച്ച് അടിച്ച് വീട്ടിൽ പ്രതാപിയായി ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ അച്ഛൻ. നായികയെ പിന്നെ വലിയൊരു സിനിമാ കുടുംബത്തിലെ ഒരു സിനിമാക്കാരൻ കെട്ടി സന്തോഷമായി അവർ കഴിയുന്നു.
ആർക്കും ഒരു പരാതിയില്ല. ഇതൊക്കെ സിനിമയിൽ നടക്കുന്നതാണ്. ഇന്നലെ ആരോടൊപ്പം കിടന്നു എന്നൊക്കെ, അല്ലെങ്കിൽ എന്തൊക്കെ അവിടെ നടന്നു എന്ന് വിശദമായി സഹപ്രവർത്തകരോട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്ന വലിയ നായകന്മാരെയും കൂടെ കിടന്ന പെണ്ണുങ്ങളെയും എനിക്കറിയാം. ഇന്നലെ ആരുടെ ആയിരുന്നു, ഇന്നലെ എന്തൊക്കെ നടന്നു എന്ന് വിശദമായി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്ന, വിജയമായാലും പരാജയമായാലും അതെല്ലാം വിശദീകരിക്കുന്ന ഒരുപാട് നായകന്മാരെയും നായികമാരെയും എനിക്കറിയാം. സാറേ, എന്താ സ്നേഹമാണ് സാറേ അങ്ങേർക്ക്. സ്നേഹം എന്തെന്നറിയാത്ത, ഞാനുണ്ടാക്കിക്കൊണ്ടുവരുന്ന കാശിൽ കുടിച്ച് കണ്ടവളുടെ അടുത്തൊക്കെ പോകുന്ന ആ കാലമാടൻ ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല സാറേ. നമ്മുടെ നായകൻ്റെ കീപ്പായി ഒരു 10 ദിവസം ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോയി സാറേ. ഇന്നലെ രാത്രി ഒരു ദിവസത്തെ പൊറുതി കൊണ്ട് എന്നോട് പറഞ്ഞ ഒരു നായിക പറഞ്ഞു, ഒരു നടി പറഞ്ഞതാണ്, നായികയല്ല ഒരു നടി പറഞ്ഞതാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊക്കെ എൻ്റെ കാലമാടൻ കൊണ്ട് ഈ വെള്ളം അടിച്ചിട്ട് കണ്ട പെണ്ണുങ്ങളുടെ പോയി കിടക്കും. ഇന്നലെ ഈ മറ്റേ സാറിൻ്റെ കൂടെ ഒരു ദിവസം രാത്രി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഒരു 10 ദിവസം അയാളുടെ കൂടെ കീപ്പായിട്ട്, ഭാര്യയായിട്ടൊന്നും വേണ്ട, കീപ്പായിട്ട് ജീവിച്ചാൽ മതിയെന്ന് തോന്നി സാറേ. കൊതിപ്പിച്ചു അത്രയ്ക്ക് അദ്ദേഹം. ഇവിടെ നായകന് നായികയെ കൂട്ടിക്കൊടുത്ത ഒരു അമ്മ നടിയെ എനിക്കറിയാം എന്നൊക്കെ എൻ്റെ സുഹൃത്തായ പല്ലിശ്ശേരി വച്ച് കാച്ചുന്നത് കണ്ടു. ഞാൻ പറയും, അവർ വന്ന വഴിയുടെ അനുഭവം വെച്ച് ഉപദേശിച്ചതായിരിക്കും പല്ലിശ്ശേരി. പ്രതാപികളായ വലിയ നായികമാരുടെ വകയിലെ ബന്ധു കൂടിയായിരുന്നു ഈ പറയുന്ന പല്ലിശ്ശേരി പറയുന്ന ഈ അമ്മ നടി. ജീവിതമാർഗം തേടി ഈ താരങ്ങൾക്ക് ഒപ്പം പള്ളിക്കൂടത്തിൽ പോലും പോവാതെ കുട്ടിപ്രായത്തിലെ മദ്രാശിക്ക് പോയി. ദക്ഷിണേന്ത്യൻ സിനിമാ താരം എന്ന ഗ്ലാമറിൽ ഈ നായികമാരെ പണച്ചാക്കുകളായ റെഡ്ഡിമാരും മാർവാടികളും അന്തിക്കൂട്ടിന് ബുക്ക് ചെയ്യും. അന്നത്തെ കാലത്തെ വലിയ തുകയ്ക്ക്. സന്ധ്യ മയങ്ങുമ്പോൾ യവന്മാർ താരങ്ങളുടെ വീട്ടിലെത്തും, സ്വീകരിച്ചിരുത്തും, നല്ല മദ്യം വിളമ്പും, നല്ല ഭക്ഷണം നൽകും. പറഞ്ഞിരുന്ന നോട്ടുകെട്ടുകൾ യവന്മാർ മുന്നിൽ വയ്ക്കും. മുകളിലെ റൂമിലേക്ക് യവന്മാരെ ആനയിക്കും. നായിക വരും. തൊട്ട് തലോടി തുടങ്ങുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോകും. അക്കാലത്ത് ജനറേറ്ററും UPS ഇൻവെർട്ടറും ഒന്നും ഇല്ല. ഞാനൊരു 60-70 വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്. പാത്തിട്ട് വരലാം എന്ന് പറഞ്ഞ് നായിക പിടിപിടിച്ച് ഇരുളിലേക്ക് പോകും. അവിടെ തങ്ങളുടെ ആശ്രിതയായി നിൽക്കുന്ന ആ പെൺകുട്ടിയെ കയറ്റിവിടും. വെള്ളമടിച്ച് കോണ് തെറ്റിയ ഈ ബോറന്മാർ ആൾ മാറിയത് ഒരിക്കലും മനസ്സിലാക്കുകയില്ല. നേരെ പുലരുമ്പോൾ ഈ പറയുന്ന അവിടെ കിടന്ന ഇവൾ താഴേക്ക് പോകും. താഴേന്ന് നടി വന്ന്, നായിക വന്ന് ഉറക്കം നടിച്ച് ഈ റെഡ്ഡിയാൻ്റെ കുട വയറിൽ തടവി അവിടെ കിടക്കും. മാർവാടി ഉണരുമ്പോൾ നായിക അതാ കിടന്നുറങ്ങുന്നു. പാവം കണ്ണാ തങ്കം ചെല്ലക്കുട്ടിയെന്ന് വിളിച്ച് ഉണർത്തും. ഒരു കുത്തു നോട്ടോ കഴുത്തി കിടക്കുന്ന തുടൽ പോലെയുള്ളൊരു മാലയോ അവൾക്ക് പ്രത്യേക സമ്മാനമായിട്ട് കൊടുത്ത് ടാറ്റ പറഞ്ഞ് അവ അങ്ങ് പോകും. അങ്ങനെ അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ കൂടി വളർന്ന ആ അമ്മ നടി ചിലപ്പോൾ നാളെ വലിയ തിരക്കുള്ള നായികയാകാൻ വഴി പറഞ്ഞു കൊടുത്തിരിക്കാം പുതിയ തലമുറയ്ക്ക്. കാശിനായിട്ടല്ലല്ലോ പല്ലിശ്ശേരി അവർ ഇതൊക്കെ ചെയ്തത്. ഒരിക്കലും അവർ ചക്കളത്തി പോരാട്ടങ്ങൾ ജീവിതത്തിൽ നടത്തിയിട്ടേയില്ല ആരോടും, ഒരു സെറ്റിൽ. ഇതൊക്കെ ഇപ്പോൾ ഓർത്തത്, തുണി എടുക്കാൻ സമയമില്ലാത്ത ഒരുത്തി ഒരു യുവ നടിയെ തോൽപ്പിക്കാനായി അവളുടെ മുറിയിൽ മിഥിൽ രാജ് വന്നു. വെളുപ്പിന് 4 മണിക്ക് ഞാനത് കണ്ടു. പിന്നെ ഞാൻ അവൾക്ക് മദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അവളത് കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ വാചകം അടിക്കുന്ന കണ്ടപ്പോൾ ഭർത്താവ് ഉദ്യോഗസ്ഥന് നന്നായി അറിയാവുന്ന തൻ്റെ വ്യഭിചാര കഥകൾ കൂടി ഓർക്കുകയും പറയുകയും ചെയ്യാമായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അവൾക്ക് മദ്യം. അപ്പോൾ എവളും വെള്ളമടിക്കാറിയാണെന്ന് മനസ്സിലായില്ലേ. ഞാൻ 4 മണിക്ക് അവളുടെ റൂമിൽ ചെന്നപ്പോൾ മിഥിൽ രാജ് അവളുടെ റൂമിലിരിക്കുന്നു. ഇവളെന്തിനാ 4 മണിക്ക് വേറെ ഡ്യൂട്ടിക്ക് പോയിട്ട് പോയതായിരിക്കും, മനസ്സിലായോ? അല്ലെങ്കിൽ ഇവൾക്ക് പോലീസിൻ്റെ ചുമതലയുണ്ടോ വല്ലവളുടെയൊക്കെ റൂമിൽ 4 മണിക്ക് റെയ്ഡ് നടത്താൻ? എന്ത് പറയാൻ?
തനിക്കതിനുള്ള എന്ത് യോഗ്യതയുണ്ട് എന്നുകൂടി ഈ പറയുന്ന നപുംസകം ചിന്തിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൂറി തോപ്പിക്കുക എന്ന് പറയും പോലെ നാറ്റി തോപ്പിക്കാനാണ് ഈ കക്ഷി ഇറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറവും ചിലപ്പോൾ ഇനി പറയാം നാളെ. അത് പറയാൻ വന്നപ്പോഴാണ് പഴയ അമ്മ നടിയെ പറ്റിയൊക്കെ ഞാൻ ഓർത്തു പോയത്. വാരഫലം ഒരുപാട് നീണ്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി കഥകളൊക്കെ അടുത്ത ആഴ്ച പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പറഞ്ഞ എല്ലാ കഥകളും സത്യസന്ധമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.